ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കപ്പോൾ ഇന്നത്തെ പരിപാടി പുളിമുട്ടായി ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോയാലോ ഗൈസ്? അപ്പോൾ നമ്മൾ പുളിമുട്ടായി ഉണ്ടാക്കി എടുക്കുന്നത് 2.5 കട്ട ബെല്ലും അതിന് ആവശ്യമുള്ള പുളിയാണേ ഗൈസ്. അപ്പോൾ നമുക്ക് പുളിമുട്ടായി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ബെല്ല് ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇനി ബെല്ല് ഉരുക്കിയാലോ ഗൈസ്? അപ്പോൾ നമുക്ക് ബെല്ല് ഉരുക്കാനായിട്ടുള്ള 1/2 കപ്പ് വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വെള്ളം ചൂടാകുമ്പോഴത്തേക്കും ബെല്ല് എടുത്തിടാം. അങ്ങനെ ഗൈസ്, അപ്പോൾ വെള്ളം ചൂടാകുന്നത് നമുക്കിനി ബെല്ലം ഇടാം. ഗൈസ്, അപ്പോൾ ഇനി ബെല്ലൊക്കെ ഇനി വറ്റി വന്നിട്ട് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ബെല്ലൊക്കെ ഉരുകി കഴിയാനായിട്ടുണ്ടേ ഗൈസ്. അപ്പോൾ ബെല്ലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ബെല്ലം ഒന്ന് അരിച്ചെടുക്കാം, അതിലെ കല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി ബെല്ലം അരിക്കാം. ഗൈസ്, അപ്പോൾ നമുക്കിനി പുളിവെള്ളം കുറച്ച് അരിച്ചെടുക്കാം ഗൈസ്. അപ്പോൾ ഇതിലോട്ട് ബെല്ലം ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ പുളി അരിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ഇത് വറ്റി വരുമ്പോഴത്തേക്ക് കാണാം ഗൈസ്. അപ്പോൾ പുളിമുട്ടയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, കുറേ വറ്റി, ഇനി കുറച്ചും കൂടെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി പുളിമുട്ട ആയിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ പുളിമുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് റെഡിയായി വരും ഗൈസ്. അപ്പോൾ ഇനി പുളിമുട്ട ഒന്ന് തണുത്തിട്ട് വരാം, അതുവരെ ബൈ ബൈ ഗൈസ്. അപ്പോൾ നമ്മുടെ പുളിമുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനി കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും കേട്ടോ. തണുത്ത് വരുമ്പോൾ ഇതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരികയല്ലേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് എടുത്തു. ബൈ ബൈ.